നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 16 ഫാദേഴ്സ് ഡേ ആണ്. ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിച്ചു കാണും ഞാൻ ഇത്തരത്തിലുള്ള ഡേറ്റുകളൊക്കെ ഓർത്ത് വെച്ച് ആഘോഷിക്കുന്ന ഒരു ടൈപ്പാണ് എന്ന്. അല്ല, ഞാനും നിങ്ങളെയൊക്കെ പോലെ തന്നെയാണ്. നമുക്ക് എന്തിനാണ് നമ്മളുടെ അച്ഛനെ അമ്മയൊക്കെ ഓർക്കാൻ വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ദിനം. നമുക്ക് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ അവരോട് അത് പോയി പങ്കുവെക്കാറുണ്ട്. നമുക്ക് സങ്കടം വരുന്ന സമയത്ത് നമ്മൾ അത് അവരോട് പങ്കുവെക്കാറുണ്ട്. എല്ലായ്പ്പോഴും സന്തോഷ സമ്മിശ്രമായിട്ടുള്ള ഇന്ത്യൻ കുടുംബ സാഹചര്യത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും അച്ഛനും അമ്മയായിട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഡേറ്റുകൾ അല്ലെങ്കിൽ ഡേകളൊന്നും വലിയ സംഭവമായിട്ട് തോന്നാറില്ല. എന്നാൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വാട്സപ്പും അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ സ്റ്റോറി ഫീച്ചേഴ്സ് കൊടുക്കുന്നത് കൊണ്ട് പല ആളുകളും ഇത് കാര്യമായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. ഒരു കുഴപ്പമില്ല. അച്ഛനമ്മമാർക്ക് അവർ ഇപ്പോൾ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് മകൻ അല്ലെങ്കിൽ മകളൊക്കെ ഒരു സ്റ്റോറി ഇടുന്ന സമയത്ത് കിട്ടുന്ന ഒരു സന്തോഷം വലുതായിരിക്കാം. കാരണം ഇപ്പോൾ മക്കളൊക്കെ വിദേശത്തൊക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിനകത്തും അതിൻ്റെ പോസിറ്റീവും ഉണ്ട്, അതേപോലെ തന്നെ എല്ലാത്തിനകത്തും കുഞ്ഞു 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 കുഞ്ഞ് ചില മിസ്സിങ് ഫാക്ടേഴ്സും ഉണ്ട്. നെഗറ്റീവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ ഇൻട്രോ വലിച്ചു നീട്ടുന്നില്ല. ദ ഹാർഷ് റിയാലിറ്റി ഓഫ് ഇന്ത്യൻ ഫാദർഹുഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വീഡിയോ റിക്വസ്റ്റ് അയച്ച ആളുകളോടൊക്കെ ഞാൻ അതിനെക്കുറിച്ചിട്ടുള്ള പോയിന്റുകൾ ചോദിച്ചു. പല ആളുകളും പല വീഡിയോസൊക്കെ അയച്ചു തരികയുണ്ടായി. ഞാൻ നിങ്ങൾ അയച്ചു തന്ന വീഡിയോസ് എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ മിടുക്കൻ ChatGPT യോട് ചോദിച്ചു, എന്താണ് ഇന്ത്യയിലെ അച്ഛന്മാരുടെ ഒരു അവസ്ഥ? ChatGPT നിർമ്മിത ബുദ്ധി എന്താണ് പറയുന്നത് എന്നറിയാൻ എനിക്ക് വലിയ ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ഒരു എസ്സേ തന്നെ അദ്ദേഹം ഉണ്ടാക്കി തന്നു. അവിടെ 3-4 പോയിന്റുകൾ പറയുന്നുണ്ട്. ആ ഒരു പോയിന്റുകൾ ഇവിടെ അച്ഛനാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ മാത്രമല്ല കേൾക്കേണ്ടത്, എല്ലാ ആൾക്കാരും കേൾക്കണം. ഇന്ത്യയിലെ അച്ഛന്മാരുടെ കഷ്ടപ്പാടുകൾ, ഹാർഷ് റിയാലിറ്റി, ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന അച്ഛന്മാരാണ് ഇന്ത്യയിലുള്ളത്. ലോകത്താകമാനം പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ള കണക്കുകൾ നമുക്കറിയാം. എന്തുകൊണ്ടാണ് അവരിൽ പല ആളുകളും ജീവിതം പാതി വഴിയിൽ അവസാനിപ്പിക്കുന്നത്? അതിൽ മുഖ്യ ഒരു ഫാക്ടറായിട്ട് ആളുകൾ എപ്പോഴും പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. എന്തുകൊണ്ടാണ് ആണുങ്ങൾക്ക് മാത്രം ഇത്ര സാമ്പത്തിക ബാധ്യത? നമ്മുടെ നാട്ടിലെ യങ് ആയിട്ടുള്ള പിള്ളേർ, നല്ല പൊളി വൈബ് പിള്ളേരൊക്കെ വിചാരിക്കും, എന്താണ് ബ്രോ, എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? നല്ലൊരു ബൈക്കും അതിന് EMI അടയ്ക്കാനായിട്ടുള്ള പൈസയും പെട്രോൾ അടിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ചില്ലല്ലേ എന്ന് ചോദിക്കും. അത് മാറുന്ന കാലഘട്ടത്തിൻ്റെ ഒരു രീതിയാണ്. എന്നാൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയപ്പെടാത്ത ഒരു വലിയ ഭൂരിഭാഗം ആളുകൾ ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ഈ ഒരു മാറ്റത്തിനിടയിൽ നമുക്കറിയാം കുട്ടികൾ, അതേപോലെ തന്നെ കുടുംബ ഭാരം എന്നീ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് വലിയ വീട്, വലിയ കാറ്, സമൂഹത്തിൽ അക്സെപ്റ്റൻസ് എന്നീ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് പാഷൻ്റെ പുറകെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കും സ്ട്രെസ്സ്, അവരുടെ കരിയറുമായി ബന്ധപ്പെട്ട സ്ട്രെസ് അല്ലാതെ ഒരാവശ്യമില്ലാത്ത സ്ട്രെസ് തീരെയില്ല. തനിക്കൊരു ആവശ്യമില്ലാത്ത ഒരു സ്ട്രെസ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ തൻ്റെ വേണ്ടപ്പെട്ടവർക്കും ഇയാൾ ഈ ഒരു സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും സമൂഹത്തിൻ്റെ മുൻപിൽ ഒരു അച്ഛൻ റോള് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി ഉള്ളതുകൊണ്ട് കഷ്ടപ്പെടുകയാണ് കുറേയധികം ആളുകൾ. വീഡിയോയിലേക്ക് പൂർണ്ണമായി കിടക്കുന്നതിന് മുൻപ് കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിട്ടുള്ള അച്ഛനമ്മമാരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം പറയുകയാണ്. നിങ്ങളാണ് കുടുംബത്തിൻ്റെ നിലവിലത്തെ ആശ്രയം. മക്കൾക്ക് ഒരു ജോലി കിട്ടുന്നത് വരെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ലൈഫ് ഇൻഷുറൻസ്. നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ഒരു അഭാവത്തിലും സുരക്ഷിതമാക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ്. ആ ലൈഫ് ഇൻഷുറൻസിൽ 1 കോടി വരെ പരിരക്ഷ ലഭിക്കുന്നതും എക്സിറ്റ് വാല്യൂ ആയിട്ട് 2,06,000 വരെ ലഭിക്കുന്നതുമായിട്ടുള്ള മാക്സ് ലൈഫിന്റെ ഇൻഷുറൻസിനെ പരിചയപ്പെടുത്തുകയാണ്. 99.65% ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ ഉള്ള 64ഓളം ക്രിട്ടിക്കൽ ഇൽനെസ്സുകളെ കവർ ചെയ്യുന്ന ഇൻസ്റ്റാ ക്ലെയിം പ്രോസസ് വഴി ഒറ്റ ദിവസം കൊണ്ട് ക്ലെയിം സെറ്റിൽമെന്റ് നടത്തുന്ന ടേം ഇൻഷുറൻസ് ആണ് മാക്സ് ലൈഫ് ഓഫർ ചെയ്യുന്നത്. അതുകൂടാതെ നിങ്ങൾ സം അഷ്യൂർഡ് ആയിട്ട് പ്രതീക്ഷിക്കുന്ന തുക ടോപ്പ് അപ്പ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുമുണ്ട്. അതേപോലെ ടേം ഇൻഷുറൻസിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്ന ടാക്സ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സെക്ഷൻ 80C കുറിച്ചിട്ടും 1010D കുറിച്ചിട്ടും ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വഴിയൊക്കെ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സും ടേം ഇൻഷുറൻസിലേക്ക് വരുന്ന സമയത്ത് ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാക്സ് ലൈഫിന്റെ ആ ഒരു ഇൻഷുറൻസ് നല്ലൊരു ഓപ്ഷനാണ്. മാക്സ് ലൈഫ് ഇൻഷുറൻസിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും എടുക്കാനും ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ട ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് തിരികെ വന്ന് ആദ്യ പോയിന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സൊസൈറ്റിയൽ എക്സ്പെക്ടേഷൻസ് ആൻഡ് കൾച്ചറൽ നോംസ് ആണ്. എന്താണ് സൊസൈറ്റിക്ക് നമ്മളിലുള്ള എക്സ്പെക്ടേഷൻ? വളരെ സിമ്പിൾ ആണ്. സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ സൊസൈറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു സമൂഹം അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചുറ്റുപാട്. ഈ ഒരു ചുറ്റുപാടിൽ മജോറിറ്റി ആളുകൾ എങ്ങനെയാണ്, ആ ഒരു മജോറിറ്റിയെ പോലെ നമ്മളും ആവണം എന്നുള്ളതാണ് അവരുടെ എക്സ്പെക്ടേഷൻ. അത് അവരുടെ എക്സ്പെക്ടേഷൻ ആവുന്നത് എന്തുകൊണ്ടാണ്? അതിനകത്ത് പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ? നമ്മൾ അവരെ പോലെ അല്ല എന്നുണ്ടെങ്കിൽ അവരത് ബാധിക്കുമോ? ഇല്ല.
പക്ഷേ അവരെ അത് ബാധിക്കുന്നത് പോലെയുള്ള പ്രകടനങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ സൊസൈറ്റിയിലെ മജോറിറ്റി വിവാഹം കഴിക്കുന്ന ഒരു പ്രായത്തിന് ശേഷവും സിംഗിൾ ആയിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് അവരോട് പെരുമാറുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഒരു വിവാഹം കഴിച്ചൂടെ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വിവാഹം കഴിക്കാൻ നടക്കുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് വിവാഹം കഴിക്കാതെ നടക്കുന്നത് എന്നതിന് അവർക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് പോലും ഇവർ ആലോചിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ആൺകുട്ടികൾക്ക് പറ്റിയ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്ന് വാർത്താ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നു. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവിവാഹിതരായിട്ടുള്ള ഇഷ്ടം പോലെ ചെറുപ്പക്കാർ നടപ്പുണ്ട്. അപ്പോൾ അവരോടൊക്കെ ചോദിക്കുന്ന ചോദ്യം ഹാർഷായിട്ട് തന്നെയാണ്. നിങ്ങൾ എന്താണ് വിവാഹം കഴിക്കാത്തത്? പ്രായത്തിലായില്ലേ? അവർ ട്രൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പോലും ചിന്തിക്കുന്നില്ല. എന്തോ ഇത് അദ്ദേഹത്തിന് പ്രശ്നമാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി അടുത്ത ഒരു ഏരിയയിലേക്ക്, മെയിനായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ബ്രെഡ് വിന്നർ ആരായിരിക്കണം കുടുംബത്തിൽ വരുമാനം കൊണ്ടുവരേണ്ട ആൾ, അല്ലെങ്കിൽ ആരായിരിക്കണം കുടുംബത്തിൽ പ്രൈമറി കോൺട്രിബ്യൂഷൻ നടത്തേണ്ട ഒരാൾ? അത് ആണായിരിക്കണം എന്നുള്ളൊരു വെയ്പ്പുണ്ട്. ആ ഒരു വെയ്പ്പുള്ളതാണ് ഏറ്റവും വലിയൊരു വെപ്പ് ഇവിടെ ഉള്ള ആണുങ്ങൾക്ക്. ആ ഒരു വെപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ കാലം മാറുന്നതനുസരിച്ചിട്ട് ഭാര്യ കൂടുതൽ സമ്പാദിച്ചോട്ടെ, അല്ലെങ്കിൽ എനിക്ക് ഇത്തിരി ജോലി കുറവാണെങ്കിൽ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്തോളാം എന്ന് ഏതെങ്കിലും പുരുഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ അതിനുള്ള സാഹചര്യം ഉണ്ടാവുമോ? ഇല്ല. അപ്പോഴും ഒരാവശ്യമില്ലാതെ ഇതിനകത്തേക്ക് ഇടപെടേണ്ട സൊസൈറ്റി മുഴുവൻ ഇടപെട്ടിട്ട് പറയും, ഓ അവൻ ഭാര്യയെ പണിക്ക് വിട്ടിട്ടാണ് ജീവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണ് വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല ഏത് സാഹചര്യത്തിലും. അത് അവന്റെ തോൽവിയാണ് എന്നങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ്. ഇതേ കാര്യം ഇപ്പൊ പുതിയ രീതിയിൽ വരുന്നുണ്ട്, ഡിപ്പെൻഡന്റ് വിസ. പണ്ട് ഭാര്യയുടെ ശമ്പളത്തിലല്ലടാ നീ ജീവിക്കുന്നത് എന്ന് കളിയാക്കിയ ആളുകൾ പോലും ഡിപ്പെൻഡന്റ് വിസയിൽ മികച്ച അവസരങ്ങൾ തേടി വിദേശത്തേക്ക് പോയിട്ടുണ്ട്. സ്മാർട്ട് മൂവാണ്. കുടുംബത്തിന്റെ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു സെയിൻ ബ്രേക്ക് ചെയ്ത ആൾക്കാരുണ്ട് പലര്. അതേപോലെ തന്നെ കുടുംബത്തിന്റെ സ്റ്റാൻഡേർഡ് കൂട്ടിയ ആൾക്കാരുണ്ട്. അവർ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. എന്നാലും കുറെ അധികം ആളുകൾ ഇങ്ങനെ പറയും, പവാട വിസക്കാർ. ഈ പറയുന്നവന്മാർക്ക് അത് പറയുന്ന സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല. കേൾക്കുന്ന ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ട് മാത്രം. വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയുള്ള ചില സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ എങ്ങനെയാണ്? ഭാര്യയുടെ വിസയിൽ പോകരുത്, ഭാര്യയ്ക്ക് അവസരം ഉണ്ടെങ്കിലും നീ അവിടെ ഇരിക്കുക, ഞാൻ പോയി നിന്നെ കൊണ്ടാവും എന്ന് പറയണം. എന്തിന്? എക്കണോമിക് പ്രഷർ എന്ന് പറയുന്ന ഒരു പോയിന്റ് എടുത്ത് തന്നെ പറയുന്നുണ്ട്. എക്കണോമിക് പ്രഷറിനകത്ത് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടും കേട്ടോ. നമ്മൾ പത്തേമാരി എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിരുന്നു. ആ ഒരു മൂവിയൊക്കെ കേരളത്തിൽ അത്രയധികം ആളുകൾ കണ്ട ഒരു മൂവിയാണ്. ഒരു കാലത്ത് അങ്ങനെ വേണ്ടിയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊഴിലവസരങ്ങളില്ല, കുടുംബത്തിൽ അത്രയധികം അംഗസംഖ്യയുണ്ട്, അവസരങ്ങളുള്ള ആളുകൾ പോകണം. ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് നഴ്സുമാരായിട്ടുള്ള സഹോദരിമാർ പോകുന്നത് പോലെ അന്ന് ഗൾഫിലേക്ക് ചേട്ടന്മാർ പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. കാലം മാറുന്നതനുസരിച്ച് അത് മാറേണ്ടതുണ്ട്. ഇപ്പോൾ അവസരങ്ങൾ ഇവിടെയുണ്ട്, അവസരങ്ങൾ തുല്യമായിട്ടുണ്ട്, അവസരങ്ങൾ തുല്യമായിട്ട് തന്നെ കൊടുക്കണം. ഇപ്പോഴും എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ പുരയിലെ പെണ്ണുങ്ങളൊന്നും പണിക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആർക്കാ ബെനിഫിഷ്യൽ? ആർക്കും ബെനിഫിഷ്യൽ ഒന്നുമില്ല. സൊസൈറ്റിയിലെ ചില ആളുകൾ പറയായിരിക്കും, അവൻ അന്തസ്സുള്ള ഒരു ആൺകുട്ടിയാണ് കേട്ടോ, അവൻ പണിക്ക് പോയിട്ടാണ് വീട്ടുകാരെല്ലാം നോക്കുന്നത്, വീട്ടുകാരൊക്കെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്, അവൻ നയിച്ചു കൊണ്ടിരുന്നത് അഭിമാനത്തോടെ കഴിക്കുന്ന ആളുകളെ കണ്ടില്ലേ? എന്നാൽ ഈ ആള് നാളെ ഏതെങ്കിലും ഒരു അവിചാരിത സംഭവത്താൽ മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സഹതാപം മാത്രം ആളുകൾക്ക് കിട്ടത്തുള്ളൂ. ഈ പറയുന്ന ആൾക്കാർ ഇവരുടെ കുടുംബത്തെ നോക്കൂ? ഇല്ല. നമ്മുടെ സമൂഹത്തിലെ ഒരുമാതിരിപ്പെട്ട ആണുങ്ങളൊക്കെ, ഞാനടക്കമുള്ള ആണുങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ പണിയെടുക്കാനായിട്ട് വിധിക്കപ്പെട്ടിട്ടുള്ളത് എന്തിനു വേണ്ടിയാണ്? സോഷ്യൽ അക്സെപ്റ്റൻസ്. നമ്മളൊരു കുടുംബം രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ കുടുംബം രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്വമായിട്ട് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരാളെ നമ്മൾ ക്ഷണിച്ച് നമ്മളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇമോഷണൽ സ്ട്രഗിൾസ് ആൻഡ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ട് ഈ ഒരു എസ്സേയിൽ എടുത്തു പറയുന്നുണ്ട്. അത് നമുക്കറിയാവുന്ന ഒരു കാര്യമല്ലേ. അച്ഛനായി കഴിഞ്ഞാൽ ഇങ്ങനെ പെരുമാറണം, അച്ഛന്മാർ ഇത്തിരി കണിശക്കാരാണ്, അച്ഛന്മാർ ഇത്തിരി കലിപ്പന്മാരാണ്. എങ്ങനെയാണ് അച്ഛന്മാർ കണിശക്കാരും കലിപ്പന്മാരും ആയതും അത് ബാക്കിയുള്ള ആൾക്കാർ പിന്തുടരുന്നതും? അത് പണ്ട് കാലം തൊട്ട് പട്ടിപ്പണി എടുത്തിട്ട് വരുന്ന ആൾക്കാർക്ക് വൈകിട്ട് വന്ന് ചില്ല് ചെയ്യാനായിട്ടോ വീട്ടിൽ വന്നിട്ട് അടിച്ചു പൊളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ ആ ഒരു സ്ട്രെസ്സും അതേപോലെ തന്നെ അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷനും ഒക്കെ പലപ്പോഴും വീട്ടിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് അച്ഛന്മാരുടെ പൊതു സ്വഭാവമാണ് എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ മണ്ടന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷൻസ് ഇപ്പോൾ യാതൊരുവിധ കഷ്ടപ്പാടും ഇല്ലെങ്കിലും എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, അച്ഛനാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അത് അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകൾ. ഈ ഒരു സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് പുതിയ കാലത്ത് നമ്മൾ പറയുന്നത്. ഈ സ്ട്രെസ്സ് ഷെയർ ചെയ്യുക, പറ്റാവുന്ന ആളുകളെല്ലാം കുടുംബത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക.
അച്ഛൻ തന്നെ കൊണ്ടുവന്നത് കഴിക്കണമെന്നില്ലല്ലോ, ആര് കൊണ്ടുവന്നാലും അരി തന്നെയാണ്. ഇപ്പോൾ അമ്മയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ട് അച്ഛൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അമ്മയ്ക്ക് പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അമ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, മക്കൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാകുന്ന സമയത്ത് മക്കൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എന്താണ് പുകയില്, പല വീട്ടിലെയും കുട്ടികളെ പാർട്ട് ടൈം ജോലിക്ക് വിടില്ല. പണ്ട് കേറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ്. നീ പണിക്ക് പോയിട്ട് വേണ്ട ഇവിടെ കിട്ടാൻ. അത് എന്തിനാണ് പറയുന്നത്? അത്രമാത്രം കുമിഞ്ഞ് പൈസ കിടക്കുന്ന ആൾക്കാരൊന്നുമില്ല ഈ ഡയലോഗ് അടിക്കുന്നത്. അവരുടെ ഒരു കണ്ടീഷനിങ് ആണ്. ഞാൻ ഇവിടെ പണിയെടുത്ത് വരുന്ന സമയത്ത് എൻ്റെ ഭാര്യയോ എൻ്റെ മകനോ ഒക്കെ 10 രൂപ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് എന്നെ ബാധിക്കും. അന്നെങ്കിൽ ആ ഒരു 10 രൂപയും കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചും കൂടെ നേരത്തെ റിട്ടയർ ആയിട്ട് വൈകിട്ടത്തെ ആ ഒരു സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുമോ? ഇല്ല. അവിടെ ഈ അലമ്പും അതേപോലെ തന്നെ മക്കളുമായിട്ടുള്ള പ്രശ്നവും അമിതമായിട്ടുള്ള എക്സ്പിറേഷനും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയുള്ള കഥ പറച്ചിലൊക്കെ ആയിട്ട് ഇവരങ്ങനെ കാലം കഴിക്കും. കടുത്ത സ്ട്രെസ്സുമായിട്ട് അടിമ പണിയെടുത്ത് ആണുങ്ങൾ വീട്ടിൽ വന്നിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ആ ഒരു സ്ട്രെസ്സ് ഇറക്കി വെക്കുന്നത് പലപ്പോഴും വീട്ടിലുള്ള അവർക്ക് മെക്കിട്ട് കയറാൻ സ്വാതന്ത്ര്യമുള്ള ആളുകളുടെ അടുത്താണ്. ഇഷ്ടം പോലെ അടിയാന്മാരും വളരെ മൈനോറിറ്റി ജന്മിമാരും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അപ്പോൾ ആ ഒരു അടിമപ്പണി എടുത്ത ആളുകളുടെ ഒരു സ്ട്രെസ്സ് തീർത്തിരുന്ന ഒരു ഫാദർഹുഡാണ് ഇന്ത്യയിലുള്ള ആളുകൾ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് തീർത്ത ഒരു രീതികൾ ഇന്നും അച്ഛന്മാർ തുടരേണ്ട ഒരു രീതിയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഇവിടെയുള്ള അച്ഛന്മാരൊന്നും ആരുടെ അടിമകളല്ല. ഇന്ന് ഇവിടെയുള്ള അച്ഛന്മാരൊന്നും നിർബന്ധിതരല്ല അധികമൊന്നും ഒറ്റയ്ക്ക് പണിയെടുത്ത് കുടുംബം നയിക്കണമെന്നുള്ളത്. നിങ്ങളെപ്പോലെ ജോലിക്ക് പോകുന്ന ഒരാളെ കൂടെ കൂട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. എന്തെങ്കിലും ജോലിയുള്ള ഒരാളെ കൂടെ കൂട്ടാനായിട്ടുള്ള ഒരു അവസരമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മക്കളെ, പെൺകുട്ടികളെയും ജോലിക്ക് വിടാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ജോലിക്ക് വിടാതെ ഒരുത്തനെ കൊണ്ട് കെട്ടിക്കാം, അവന് നല്ല ജോലി ഉണ്ടെങ്കിൽ കുറച്ച് പൈസ അവന് കൊടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ് ഈ സ്ട്രെസ്സ് കാലാകാലത്തോളം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. മെന്റൽ ഹെൽത്ത് ഏറ്റവും വേഴ്സ് ആവുന്ന സമയത്താണ് മറ്റേ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ വരുന്നത്. ഇമോഷണൽ സ്ട്രഗിൾസ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന സംഗതി എന്താണ്? ഇമോഷണൽ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് കുടുംബ ബന്ധങ്ങളിൽ അകൽച്ച ഉണ്ടാവും. ഇപ്പോൾ മക്കളോട് ചോദിക്കുകയാണ് അമ്മയാണോ അച്ഛനെയാണോ പേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ കുട്ടികൾ പറയും അച്ഛനെയാണ് പേടി. എന്തിനാണ് അച്ഛനെ പേടിക്കണം? അച്ഛനും അമ്മയൊക്കെ ഒരേപോലത്തെ ആൾക്കാരാണ്. പക്ഷെ അച്ഛനെ അവർക്ക് പേടിയാണ്. അവിടെ ഒരു അകൽച്ച ഉണ്ടാവുന്നുണ്ടോ? അത് ഓക്കെയാണ്, അങ്ങനെയാണ് ഞങ്ങൾ അച്ഛന്മാർ എന്ന് വിചാരിക്കുന്ന ആളുകളാണ് ഈ ഒരു കാലഘട്ടം വരെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയുള്ള കുട്ടികൾക്ക് അമ്മയോട് മക്കൾക്കുള്ള അതേ സ്നേഹം തന്നോടും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട്. അവസാനത്തെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ഇതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ദ ഇമ്പാക്ട് ഓഫ് മോഡേണിറ്റി ആൻഡ് ചേഞ്ചിങ് ഫാമിലി ഡൈനാമിക്സ്. ഭയങ്കര രസമാണ്. ഇത് ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്ത് അമ്മാത്ത് ഒട്ട് എത്തിയില്ല എന്ന് പറയുന്ന ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലെ കാര്യം. പെൺകുട്ടികൾക്കൊക്കെ പണിക്ക് പോകാനായിട്ടുള്ള അവസരമൊക്കെ കൊടുത്ത് അത്യാവശ്യമൊക്കെ സാന്ദ്രയൊക്കെ നമ്മളൊക്കെ എടുത്ത് എന്നിട്ടും വീണ്ടും ആൺകുട്ടികൾ രണ്ടറ്റം കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാട് വിടുകയാണ്. ആൺകുട്ടികൾക്ക് പെണ്ണ് കിട്ടാനില്ല. എന്നാൽ പെൺകുട്ടികൾക്കെല്ലാം നല്ല ആണുങ്ങളെ കിട്ടുന്നുണ്ടോ? ഇല്ല. അവരും കാര്യമായിട്ട് തന്നെ മാട്രിമോണിയൽ സൈറ്റുകളിൽ കൂമ്പാരമായി കിടപ്പുണ്ട്. പറ്റിയ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുന്നില്ല. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ജോലിയുണ്ട്. എന്നാൽ ആൺകുട്ടി അവിടെ അഡീഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ലോജിക്കിന് വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ. 25 വയസ്സുള്ള ഒരു പെൺകുട്ടി, 26 വയസ്സുള്ള ഒരു ആൺകുട്ടി അല്ലെങ്കിൽ 27 വയസ്സുള്ള ഒരു ആൺകുട്ടി, രണ്ടാൾക്കാരും പഠിച്ചത് ഒരേ കോഴ്സ്. നമ്മുടെ നാട്ടിൽ മിക്സഡ് കോളേജാണല്ലോ. രണ്ടാൾക്കാർക്കും കിട്ടുന്നത് ഒരേ ശമ്പളമുള്ള ജോലി. എന്നാലും ഈ രണ്ടാൾക്കാർക്ക് വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ ചെക്കനൊരു 2 നില വീടൊക്കെ വേണത്, ഒരു കാറൊക്കെ വാങ്ങിച്ച് സെറ്റിലായിട്ട് നിൽക്കണം. എന്നാൽ ആ പെൺകുട്ടിക്ക് അവൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ അടിച്ച് പൊളിക്കാം. ആൺകുട്ടിക്ക് ജോലിയുണ്ട്, സ്കില്ലുണ്ട്, എഡ്യൂക്കേഷനുണ്ട്. ഈ പെൺകുട്ടിയുടെ അത്ര ഉണ്ടെങ്കിലും ആൺകുട്ടിക്ക് ഈ പറയുന്ന ഇവളെ ആജീവനാന്തം നോക്കാനുള്ള വക ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിച്ചു കൊടുക്കത്തുള്ളൂ പല ആൾക്കാരും. ഇത് കഴിഞ്ഞിട്ട് അവൻ്റെ സെൽഫ് കെയറിന് എന്തെങ്കിലും പൈസ ഉണ്ടോ? പണ്ട് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ട്രിപ്പൊക്കെ പോയി പൊളിച്ചടന്ന ഒരു മച്ചാനായിരിക്കാം, ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്തിരുന്ന ഒരു മച്ചാനായിരിക്കാം, ഒറ്റയ്ക്ക് പോയിരുന്ന ഒരു മച്ചാനായിരിക്കാം. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ സെൽഫ് കെയർ എന്ന് പറയുന്നത് ഫാമിലി ആയിട്ടുള്ള തീർത്ഥാടനം കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ അത് നമ്മൾ ഇഷ്ടപ്പെടും കേട്ടോ, അത് നൈസായിട്ടുള്ള ഒരു വൈബ് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് മറന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബൈക്ക് കാണുന്ന സമയത്ത് എൻ്റെ ഉള്ളൊന്ന് വിങ്ങും. അതിൻ്റെ EMI ഞാൻ ഇപ്പോഴും അടയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് 3 ലക്ഷം രൂപ വിലയുണ്ട്. എന്നെ സംബന്ധിച്ച് 3 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക്, ഒരു വണ്ടി എനിക്ക് വേണ്ടി എടുക്കുക എന്ന് പറയുന്നത് എനിക്ക് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ ഒരു 2-3 വർഷങ്ങളായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കത് വേണം. ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് എടുത്തു. എന്നാലും ഒരു വിങ്ങൽ വരും.
കാര്യം കാർ എത്രയോ വില കൂടിയതാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കാത്ത ഒരു വീട് പണിതിട്ട് അത് എത്രയോ പൈസ നമ്മൾ മുടക്കിയതാണ്. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ ഉള്ളങ്ങട് വിങ്ങും. എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അത് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിങ്ങട്ടെ, അത് എനിക്ക് വേണ്ടി ഉള്ളതാണ് എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കും. എന്നിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പറയും, ഇത് എൻ്റെയാണ് കേട്ടോ, ഈ വീട്ടിൽ എൻ്റേതായിട്ട് എനിക്കിത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാത്തിൻ്റെ ബെനിഫിറ്റ് എല്ലാ ആൾക്കാർക്കും ഉണ്ട്, പക്ഷേ ഇത് എൻ്റെയാണ്. ഇതിൽ പോകുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീലും എനിക്കുള്ളതാണ്. അതേപോലെ തന്നെ ഇത് ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, വേറെ ആർക്കും ഇത് കയറാൻ കൂടെ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു സംഭവം എത്ര ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്? ഇങ്ങനെയുള്ള ഇന്ത്യൻ ഫാദർഹുഡിൻ്റെ ഹാർഷ് റിയാലിറ്റിയെ കുറിച്ചിട്ട് നിങ്ങൾക്കും പറയാനായിട്ട് ഏറെ അഭിപ്രായങ്ങളുണ്ടാവും. കമൻറ്റ് ബോക്സിൽ പറയുക. അതിനോടൊപ്പം കുടുംബത്തിൻ്റെ താങ്ങും തണലും അത്താണിയുമായിട്ടുള്ള ആളുകളൊക്കെ ഒരു ടേം ഇൻഷുറൻസിൻ്റെ പരിരക്ഷ കൂടി ഉറപ്പാക്കുക. നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് ജീവിച്ചിട്ട് പെട്ടെന്നൊരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളുടെ അഭാവത്തിലും എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ട് പോകാൻ വേണ്ടി ഒരു സുരക്ഷ ഉറപ്പാക്കുക. മാക്സ് ലൈഫിൻ്റെ ഇൻഷുറൻസിനെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു, നോക്കാവുന്നതാണ്. നന്ദി.